പ്രതാപ, എപ്പ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാവുന്നൊരു ടൈം ബോംബാണ് ആ ശേഖരമേനോൻ. അയാൾ ഇപ്പൊ പുറത്തു വരാതെ മറഞ്ഞിരിക്കുന്നത് വിശാലിനെ പേടിച്ചിട്ടാണ്. ഇപ്പൊ പുറത്തിറങ്ങിയാൽ വിശാൽ അയാളെ കൊല്ലുമെന്നുള്ളൊരു ഭയം അയാൾക്ക് നല്ലോണം ഉണ്ടാവും. എനിക്കോ തോന്നി. അയാള് പക്ഷേ എന്നും ഇങ്ങനെ തന്നെ കഴിയില്ല. ഏതു വിധേനയും എല്ലാ സത്യങ്ങളും വിശാലിനെ അറിയിക്കും. അതുപോലെ തന്നെ അയാൾ ഒളിവിലിരുന്ന് നമ്മളെ കൊല്ലാൻ പദ്ധതികളിടും. ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഫോണിൽ വിളിച്ച് കൊല്ലുമെന്ന് ഭീഷണി മുഴക്കുന്ന ശേഖരമേനോൻ പക തീർക്കാനുള്ള ഒരുക്കത്തിൽ തന്നെയായിരിക്കും. അതിനു മുൻപ് അയാളെ നമുക്ക് തീർക്കണം. അയാളെ കണ്ടുപിടിക്കാമെന്ന് നീ പറയാൻ തുടങ്ങിയിട്ട് എന്തായി? എന്തെങ്കിലും വിവരം കിട്ടിയോ? ചേച്ചി, ശേഖരമേനോനെ കണ്ടുപിടിക്കാനായി പല ഭാഗത്തും ഞാൻ ആളുകളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഒരു വിവരവും കിട്ടിയിട്ടില്ല. ദിവസവും കുറഞ്ഞതൊരു 40-50 തവണയെങ്കിലും അയാളുടെ നമ്പറിലേക്ക് ഞാൻ വിളിക്കാറുണ്ട്. പക്ഷേ ഒരു പ്രാവശ്യം പോലും അയാൾ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. ഞാനും ഇടയ്ക്ക് ട്രൈ ചെയ്തിരുന്നു, എടുത്തില്ല. അയാൾ എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അയാളെ അങ്ങനെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല പ്രതാപ. ഞാൻ വീണ്ടും വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും. അയാൾ കോൾ അറ്റൻഡ് ചെയ്യുന്നത് വരെ ഞാൻ വിളിക്കും. ഇപ്പൊ ഒന്ന് വിളിച്ചു നോക്കാം. ചേച്ചി, എവിടെ ഫോൺ ബെല്ലടിക്കുന്നില്ലേ? എവിടെയാ അത്? പ്രതാപ, നീ പോ നോക്ക്. ഇവിടെ അകത്ത് എവിടെയോ കേട്ടത്. എടോ, ഒന്ന് നിന്നേ. ആ ഫോണിങ് വന്നേ, അങ്ങോട്ട് താടോ. ചേച്ചി, ചേച്ചി ഇങ്ങനെ വന്നേ. ഇയാളുടെ ഫോണാ അടിച്ചേ? എടാ പ്രതാപ, അതിൽ എന്റെ നമ്പറാണോന്ന് നോക്കിയേ. മുത്തശ്ശ, ചായ റെഡി. ചായ ഞാൻ കൊണ്ടുവരട്ടെ? മുത്തശ്ശ, ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? എന്താ ഒന്നും മിണ്ടാത്തെ? ആരാ എന്റെ ഫോൺ പിടിച്ചു വാങ്ങിയത്? പ്രതാപനാണോ? പ്രതാപ, ആ ഫോണിങ് തന്നേ. ഫോൺ കൊടുത്തേക്ക് പ്രതാപ. ചേച്ചി, ഇയാള് ശേഖരമേനോനൊന്നുമല്ല, നമ്മൾ വെറുതെ സംശയിച്ചതാ. പാർവതി